നമസ്തേ. നമുക്കെല്ലാവർക്കും പല രീതിയിലുള്ള ആഗ്രഹങ്ങളും ലക്ഷ്യങ്ങളും സ്വപ്നങ്ങളും ഉണ്ട്. സ്വപ്നമെന്ന് പറയുമ്പോഴാണ് അതിന് ഏറ്റവും കൂടുതൽ മനോഹാരിത. എല്ലാ മനുഷ്യനും ഉണ്ട് സ്വപ്നങ്ങൾ. ഒരു മനുഷ്യനും സ്വയം നശിച്ചു പോകണമെന്ന് ആഗ്രഹമില്ല. എന്തെങ്കിലും രീതിയിൽ ഭക്ഷണമില്ലാത്തവന് അറ്റ്ലീസ്റ്റ് ഭക്ഷണം കഴിച്ച് കിടക്കണം. അല്ലെങ്കിൽ ഭക്ഷണം ഉള്ളവനാണെങ്കിൽ അവന് വസ്ത്രവും പാർപ്പിടവും വേണം. ഇതൊക്കെ ഉള്ളവനാണെങ്കിൽ അവന് ബന്ധങ്ങൾ വേണം. ഇങ്ങനെ മനുഷ്യന് എപ്പോഴും ഏത് സ്റ്റേജിലാണെങ്കിലും ഫർദറായിട്ടുള്ള ഒരു ഡ്രീം ഉണ്ടാകും എന്നുള്ളതാണ്. മനഃശാസ്ത്രത്തിലൊക്കെ നോക്കുകയാണെങ്കിൽ നമുക്ക് സെൽഫ് ആക്ച്വലൈസേഷൻ പോലെയുള്ള ലെവലുകളെ കുറിച്ചൊക്കെ കാണാനായിട്ട് സാധിക്കും. ഇനി ബുദ്ധിസത്തിലേക്കും ഹിന്ദുയിസത്തിലേക്കും വരികയാണെങ്കിൽ നമുക്ക് ജ്ഞാനോദയം പോലുള്ള കാര്യങ്ങൾ. അപ്പോൾ ഒരു കാര്യം നമുക്ക് ലഭിച്ചു കഴിയുമ്പോൾ നമുക്ക് അതിനെ പ്രതിയുള്ള ഒരു വില അല്ലെങ്കിൽ അതിനെ പ്രതിയുള്ള നമ്മുടെ ആഗ്രഹം കുറയുകയാണ്. അടുത്തതായിട്ട് അതിനപ്പുറത്തേക്ക് എന്ത്, അങ്ങനെ ഒരു വളരാനുള്ള ഒരു ഇന്നേറ്റ് ആയിട്ടുള്ള മോട്ടിവേഷൻ എല്ലാ മനുഷ്യൻ്റെ ഉള്ളിലുണ്ട് എന്നുള്ളതാണ്. പക്ഷേ വർഷങ്ങളോളം നമ്മൾ സ്വപ്നം കണ്ട കാര്യത്തിന് വേണ്ടി അധ്വാനിച്ചു, അല്ലെങ്കിൽ നമ്മൾ വിഭാവനം ചെയ്തിരുന്നതായിട്ടുള്ള ലക്ഷ്യത്തിലേക്ക് എത്താൻ വേണ്ടി നമ്മൾ പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ചിലപ്പോൾ 1 വർഷമായിരിക്കാം, 2 വർഷമായിരിക്കാം, 3 ആയിരിക്കാം, 5 ആയിരിക്കാം, 10 വർഷമായിരിക്കാം. എത്ര അധ്വാനിച്ചിട്ടും നമ്മൾ ആ സ്വപ്നത്തിലേക്ക് എത്തുന്നുണ്ടോ എന്നുള്ളൊരു സംശയം ചില ഘട്ടങ്ങളിൽ നമുക്കുണ്ടാകുന്നുള്ളതാണ്. ഈ വീഡിയോയിൽ നമ്മൾ ആ സംശയത്തിനുള്ള മറുപടിയുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ സ്വപ്നത്തിനോട് നമ്മൾ അടുക്കാനാകുന്ന സമയത്ത് നമുക്കുണ്ടാകുന്നതായിട്ടുള്ള ലക്ഷണങ്ങളാണ് പറയുന്നത്. അപ്പോൾ അത് കേൾക്കുന്ന സമയത്ത് എല്ലാവരും വിചാരിക്കും പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ് കൂടുതലും അതിൽ വരുന്നത് എന്നുള്ളത്. പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ വരുന്നില്ല എന്നല്ല, പക്ഷേ നമ്മൾ ഇത് വ്യത്യസ്തമായിട്ടുള്ളൊരു ആംഗിളിൽ നോക്കിക്കാണുമ്പോൾ നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ ചിലപ്പോൾ വിചാരിച്ചതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ളൊരവസ്ഥ, ഒരു പാരഡോക്സ് ആയിരിക്കും നമുക്കിവിടെ ദർശിക്കാനായിട്ട് സാധിക്കുന്നത് എന്നുള്ളതാണ്. പ്രധാനമായിട്ടും ഞാൻ പറയുന്നു, നമ്മൾ സ്വപ്നത്തിനോട് അടുക്കുന്ന സമയത്ത് നമ്മുടെ ഏറ്റവും പീക്ക് ലെവലിലേക്ക് പോകുന്നതിന് തൊട്ട് മുൻപ് അതിനോടനുബന്ധിച്ച് നമുക്ക് നല്ല രീതിയിലുള്ള പ്രതിസന്ധികൾ ഉണ്ടാകാനുള്ള സാധ്യത വളരെ അധികമാണ്. കാരണം ദിസ് ഈസ് എ ടെസ്റ്റിംഗ് ഫേസ് ഓഫ് യൂണിവേഴ്സ്. പ്രപഞ്ചത്തിൻ്റെ ഒരു പരീക്ഷണ ഘട്ടമാണിത്. കാരണം ഈ പരീക്ഷണ ഘട്ടത്തിൽ കൃത്യമായിട്ട് പരീക്ഷണം നടത്തി അത് മറികടക്കാനുള്ള ക്യാപ്പബിലിറ്റി ഉള്ളവന് മാത്രമാണ് അതിന് ശേഷമുള്ള റിസൾട്ട് കിട്ടുക എന്നുള്ളത്. നമ്മുടെ സ്കൂളിലെയും കോളേജിലെയും മത്സര പരീക്ഷകളും ഒക്കെ പോലെ തന്നെ ഫിറ്റസ്റ്റിനെ തിരഞ്ഞെടുക്കുന്നതിന് പ്രപഞ്ചത്തിന് അതിൻ്റേതായിട്ടുള്ളൊരു സിസ്റ്റം ഉണ്ട് എന്നുള്ളതാണ്. പക്ഷേ ഈ പരീക്ഷയ്ക്ക് ഒരു വ്യത്യാസമുണ്ട്. ഇവിടെ നമ്മൾ മറ്റുള്ളവരോടല്ല മത്സരിക്കുന്നത്. ഞാൻ പല സമയത്തും പറയാറുള്ളത് പോലെ തന്നെ നമ്മളോട് തന്നെയാണ്. കാമായിട്ടുള്ള ഒരു അപ്രോച്ചാണ് ഈ ഒരു പരീക്ഷണം ജയിക്കാനായിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. നമുക്ക് ഓരോ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് നോക്കാം. നമ്മളുടെ സ്വപ്നത്തിനോട് നമ്മൾ അടുക്കുന്ന സമയത്ത്, നമ്മൾ നമ്മുടെ ലക്ഷ്യത്തിലേക്ക് പോകുന്ന സമയത്ത് ആരംഭത്തിലും പിന്നീട് അങ്ങോട്ടും ഒക്കെ നമ്മുടെ വഴി ചിലപ്പോൾ ഈസി ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യാൻ സാധ്യതയുണ്ട്. അതെല്ലാവർക്കും കിട്ടിക്കോണമെന്നില്ല, ബട്ട് ഒരു മേജർ വിഭാഗത്തിന് തന്നെ ഫീൽ ചെയ്യുന്നൊരു കാര്യമാണ്. എൻ്റെ സ്വപ്നത്തിലേക്ക് അടുക്കുമ്പോൾ ഞാൻ ഈസി ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ചെറുതാണെങ്കിലും എൻ്റെ സ്വപ്നത്തിലേക്ക് അടുക്കാനുള്ള ഓരോ നേട്ടങ്ങൾ, ഓരോ സ്റ്റെപ്സിനെ ഞാനിങ്ങനെ തരണം ചെയ്ത് പോകുന്നുണ്ട്. അതൊരു വലിയ കാര്യമാണല്ലോ എന്നൊക്കെ നമ്മൾ സന്തോഷിച്ചിരിക്കുന്ന സമയത്ത് ഒരു സഡൻ ബ്ലോക്കേജ് വരികയാണ്. അപ്പം നമ്മൾ ഇതുവരെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു, ഈസി ആയിട്ട്, ഈസി ഗ്രോത്ത്, സ്റ്റെബിളായിട്ട് നമ്മൾ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു സഡൻ ആയിട്ടുള്ള ഒരു തിരിച്ചടി നമുക്കുണ്ടാകുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം പരീക്ഷണത്തിൻ്റെ ഘട്ടം ആരംഭിച്ചു കഴിഞ്ഞു എന്നുള്ളതാണ്. ഈ ഘട്ടത്തിനെ മറികടക്കാനുള്ള വഴികൾ ഇത് കേട്ട് കഴിയുന്ന സമയത്ത് നിങ്ങളുടെ മനസ്സിൽ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് തെളിഞ്ഞു വരും. അല്ലെങ്കിൽ നമ്മുടെ മുൻപുള്ള വീഡിയോകളൊക്കെ കാണുന്ന ആൾക്കാർക്ക് കൃത്യമായിട്ട് അത് ഇൻസൈറ്റ്ഫുൾ ആയിട്ട് അവരുടെ മനസ്സിലേക്ക് വരും എന്നുള്ളതാണ്. ഈസി ആയിരുന്ന വഴി സഡൻലി ഹാർഡായിട്ട് മാറുകയാണ്. മറ്റൊരു തരത്തിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്ലോസർ ടു യുവർ ഗോൾ ദ പ്രഷർ ഈസ് ഹയർ എന്നാണ്. അതായത് നിങ്ങളുടെ ഗോളിനോട് അടുക്കുന്ന സമയത്ത് ഈ പറയുന്ന സമ്മർദ്ദം എന്ന് പറയുന്നത് വളരെ അധികമായിരിക്കും എന്നുള്ളതാണ്. എല്ലാ കാര്യങ്ങളിലും നിങ്ങൾ എടുത്തു നോക്കിയിട്ടുണ്ടെങ്കിൽ മനസ്സിലാകും. ഇപ്പോൾ കൂടുതൽ റൗണ്ട്സ് ഉള്ള ഒരു ഓട്ട മത്സരമാണ് നടക്കുന്നതെന്ന് വിചാരിക്കുക. അവസാന റൗണ്ട് വരെ എല്ലാവരും പിടിച്ചു നിൽക്കില്ല. ചിലപ്പം കൂടുതൽ ആളുകളും എന്ത് ചെയ്യും, അവസാന റൗണ്ടിന് മുന്നേ ഒഴിവായി പോയിട്ട് അവസാനം 2 പേരൊക്കെ ആയിരിക്കും ഉണ്ടാകുക. ആ 2 പേര് തമ്മിലുള്ള ആ മത്സരം അത് നമുക്ക് കണ്ടിരിക്കാനൊരു ആവേശമാണ്. അല്ലെങ്കിൽ 2 or 3 പേരുള്ളത്. അപ്പോൾ അതിൽ 2ാമനോ 3ാമനോ ആയിരിക്കും ചിലപ്പം ആദ്യം മുന്നിൽ പോയവനേക്കാളും സ്പീഡിൽ അവസാന റൗണ്ടിൽ ഹാർഡായിട്ട് കയറി വരുന്നത്. അപ്പോൾ ആദ്യം മുന്നിൽ പോയവൻ്റെ കാര്യവും വിഷമമായി, പിന്നീട് പുറകെ വരുന്നവൻ്റെ കാര്യമാണെങ്കിൽ അവനും കൂടുതൽ എഫേർട്ട് ഇടുകയാണ്, കൂടുതൽ പ്രഷർ ഇടുകയാണ്. അത് സ്പോർട്സിൻ്റെ കാര്യമാണ്, അവിടെ മറ്റുള്ളവരോടുള്ള മത്സരമാണ്. എന്ത് തന്നെയാണെങ്കിലും നമ്മൾ നമ്മുടെ കപ്പാസിറ്റി വർദ്ധിപ്പിക്കേണ്ടതായിട്ട് വരും. അതായത് അതുവരെ നമ്മൾ ഈസി ആൻഡ് സ്ലോ ആയിട്ട് പോയിക്കൊണ്ടിരുന്നത് ഇത്തരത്തിലുള്ള ഹാർഡ്ഷിപ്പ് വരുന്ന സമയത്ത് അതിനെ മറികടക്കേണ്ടത് കൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, നമ്മുടെ കപ്പാസിറ്റി, നമ്മുടെ സ്കില്ല്, നമ്മുടെ നോളജ്, നമ്മുടെ ജ്ഞാനം ഇതെല്ലാം വർദ്ധിപ്പിച്ചുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോകേണ്ട വരും എന്നുള്ളതാണ്. അപ്പം നമ്മൾ എന്ത് ചെയ്യും, ലോ ഓഫ് അട്രാക്ഷൻ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരുന്ന ഒരു വ്യക്തിയാണ് എന്നുണ്ടെങ്കിൽ അവൻ എന്ത് ചെയ്യും, അതിൻ്റെ കൂടുതൽ ആഴങ്ങളിലേക്ക് പോകും. എന്തെങ്കിലും രീതിയിലുള്ള സ്കിൽ ബേസ്ഡ് ആയിട്ടുള്ള വർക്ക് ചെയ്തുകൊണ്ടിരുന്ന വ്യക്തിയാണ് എന്നുണ്ടെങ്കിൽ അവൻ ആ സ്കില്ല് വർദ്ധിപ്പിക്കും. അല്ലെങ്കിൽ നിലവിലുള്ള വർക്ക് ചിലപ്പോൾ വിട്ടിട്ട് അതിനേക്കാളും ഹയർ സാലറി കിട്ടുന്ന, ഹയർ റിവാർഡ് കിട്ടുന്ന ഒരു മേഖലയിലേക്ക് ചിലപ്പോൾ പോകേണ്ടതായിട്ട് വരും.
അപ്പോൾ ഒക്കെ നമുക്ക് കഠിനമായിട്ടുള്ള തടസ്സങ്ങൾ ഇങ്ങനെ നമ്മളെ അലട്ടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ പല ആൾക്കാരും ചിന്തിക്കുന്നത് എന്താണോ, ഇതെന്നെ കീഴ്പ്പെടുത്തുകയാണല്ലോ, ഞാൻ നശിക്കുകയാണല്ലോ എന്ന് പറഞ്ഞ് ദുഃഖിതരായിട്ട് അവിടെ പരാജയം സമ്മതിക്കുകയാണ്. പക്ഷേ അവിടെയാണ് റിയൽ ഫൈറ്റ് ബിഗിൻ ചെയ്യുന്നത് എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. ശക്തമായിട്ട് അവിടെ നിലനിൽക്കുകയും ഓരോ കാര്യങ്ങൾക്കും കൃത്യമായിട്ടുള്ള പ്രതികരണം കൊടുത്തുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാനായിട്ടും സാധിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ തിരിച്ചറിയണം ഏതിനോട് ഞാൻ പ്രതികരിക്കണം, ഏതിനോട് ഞാൻ പ്രതികരിക്കണ്ട എന്നുള്ളത് തിരിച്ചറിഞ്ഞുകൊണ്ട് കുറിക്കുകൊള്ളുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ട് നമ്മൾ മുന്നോട്ട് പോകുമ്പം നമ്മൾ കർമ്മ മേഖലയിൽ കൂടുതൽ ശോഭിക്കുമെന്നുള്ളതാണ്. അപ്പം നിങ്ങൾ ചിന്തിച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ അറിയാം, എന്തെങ്കിലും ഒരു കാര്യത്തിന് തീ പിടിച്ചിട്ടുണ്ടെങ്കിൽ അത് ഏറ്റവും കൂടുതൽ പ്രഭയുണ്ടാകുന്ന സമയത്ത് കൂടുതൽ ഇന്ധനം അവിടെ ഉപയോഗിക്കപ്പെടുകയാണ്. ഒരു വിറക് കൂടുതൽ വെളിച്ചത്തിൽ ആളി കത്തുന്ന സമയത്ത് അത് പെട്ടെന്ന് കത്തിത്തീരുമെന്ന് പറയുന്നത് പോലെ തന്നെ നമ്മുടെ കർമ്മമേഖലയിൽ ഇങ്ങനെ കൂടുതൽ നമ്മൾ എഫേർട്ട് ഇടുമ്പോൾ, ഫ്യുവൽ ഇടുന്ന സമയത്ത് നമ്മളിൽ നിന്നുണ്ടാകുന്ന വെളിച്ചം നമ്മുടെ കർമ്മമേഖലയെ പ്രഭാപൂർണമാക്കിയിട്ട് മാറ്റുകയാണ്. നമ്മൾ കൂടുതൽ പ്രഭയുള്ളതായിട്ടുള്ള അവസ്ഥയിലേക്ക് നമ്മൾ പോലും അറിയാതെ വരികയാണ്. അതുകൊണ്ട് ഞാൻ പറയുകയാണ്, ഇവിടെ ഫൈറ്റ് വിട്ടുകൊടുക്കേണ്ട സമയമല്ല. ദ റിയൽ ഫൈറ്റ് ബിഗിൻസ് ഹിയർ എന്നുള്ളതാണ്. ഇവിടെയാണ് യഥാർത്ഥത്തിലുള്ള ഫൈറ്റ് ആരംഭിക്കുന്നത്. യഥാർത്ഥത്തിൽ ഈ ചലഞ്ച് വരുന്നത് എന്തിനാണ്? അതാണ് രണ്ടാമത്തെ ലക്ഷണം എന്ന് പറയുന്നത്. വലിയ സ്വപ്നങ്ങൾ നമ്മുടെ കപ്പാസിറ്റി വർദ്ധിപ്പിക്കുകയാണ്. ഗ്രോത്ത് ഡിമാൻഡ്സ് എക്സ്പാൻഷൻ എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. ഇപ്പോൾ ഒരു കുളമുണ്ടായിരുന്നു, ആ കുളത്തിലേക്ക് നല്ല രീതിയിൽ വെള്ളം ഒഴുകി വന്നത് നിറയുന്ന സമയത്ത് കൂടുതൽ വെള്ളത്തിനെ കണ്ടെയ്ൻ ചെയ്യണമെങ്കിൽ ആ കുളം കൂടുതൽ വലുതാകേണ്ടിയിരിക്കുന്നു, അല്ലെങ്കിൽ ആ വെള്ളമൊക്കെ പുറത്തേക്ക് ഒഴുകി പോകുമെന്നുള്ളതാണ്. എന്ന് പറഞ്ഞതുപോലെ നമുക്ക് പല ഉദാഹരണങ്ങളും അങ്ങനെ എടുക്കാം. ഇപ്പോൾ ഒരു ചെറിയ വീട്ടിൽ താമസിച്ച ഒരാൾക്ക് കൂടുതൽ സൗകര്യങ്ങൾ വരുമ്പോഴത്തേനും ആ വീട് വലുതാക്കേണ്ടതായിട്ടുള്ളൊരു ആവശ്യത്തിലേക്ക് വരുന്നു. അപ്പം നമ്മുടെ കപ്പാസിറ്റി വർദ്ധിപ്പിക്കുക. ആ കപ്പാസിറ്റി വർദ്ധിപ്പിക്കുന്ന സമയത്ത് അതുപോലെ തന്നെ നമ്മുടെ അതുവരെ ഉണ്ടായിരുന്ന സ്വപ്നം, അതാണ് എൻ്റെ അൾട്ടിമേറ്റ് സ്വപ്നം എന്ന് ഞാൻ വിചാരിച്ചു കൊണ്ടിരുന്നത്, ചിലപ്പോൾ എന്ത് ചെയ്യേണ്ടി വരും, കൂടുതൽ വലുതായിട്ടുള്ള വിശാലമായിട്ടുള്ള ഒരു സ്വപ്നമാക്കി മാറ്റേണ്ടി വരും. അപ്പം ഇങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങളാണ് അടുത്തതായിട്ടുള്ള ലക്ഷണം എന്ന് പറയുന്നത്. ഈ സ്റ്റേജിലാണ് മൂന്നാമത്തെ കാര്യമായിട്ടുള്ള നമ്മുടെ കമ്മിറ്റ്മെന്റിനെ ടെസ്റ്റ് ചെയ്യുന്നതായിട്ടുള്ള സ്റ്റേജ് എന്ന് പറയാനായിട്ട് സാധിക്കുന്നത്. നിനക്ക് ഇത്രയുമൊക്കെ വേണോ എന്നുള്ള ചോദ്യം ചുറ്റിനുള്ളവരിൽ നിന്നും അതുപോലെ തന്നെ ചിലപ്പോൾ നമ്മുടെ ജീവിതം തന്നെ നമ്മളുടെ മുന്നിലേക്ക് ഉയർത്തി വെച്ച് ചോദിക്കുമെന്നുള്ളതാണ്. വീക്കായിട്ടുള്ള ഡിസയർ ഉള്ള വ്യക്തിയാണെങ്കിൽ അയാളുടെ ആ ഡിസയർ ഇവിടെ ബ്രേക്ക് ആയിട്ട് പോവുകയാണ്. അപ്പോൾ പല സമയത്തും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ അറിയാം, നിങ്ങളുടെ ചുറ്റിനുള്ള ആളുകൾ പ്രതിസന്ധികൾ വരുമ്പോൾ വളരെയധികം തകർന്നു പോകുന്നവരുമുണ്ട്, സടകുടഞ്ഞ് എഴുന്നേൽക്കുന്നവരുമുണ്ട്. തകർന്നു പോകുന്നവരെ സംബന്ധിച്ചിടത്തോളം ചിലപ്പോൾ ഒരു സപ്പോർട്ട് കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ അവർ റെഡിയായി പോയേക്കാം. സടകുടഞ്ഞ് എഴുന്നേൽക്കുന്നവരാണ് യഥാർത്ഥത്തിൽ കാര്യങ്ങൾ ഗ്രൗണ്ട് ലെവലിൽ മനസ്സിലാക്കിയിട്ടുള്ളത്. കാരണം അവരതുവരെ കാമായിട്ടിരുന്നിട്ട് റിയാക്ട് ചെയ്യേണ്ട സമയത്ത്, ഉണരേണ്ട സമയത്ത്, ഉയരേണ്ട സമയത്ത് അവർ ഉയർത്തെഴുന്നേറ്റിരിക്കുകയാണ്. അങ്ങനെയുള്ളവരെയാണ് ആർക്കും തോൽപ്പിക്കാനായിട്ട് കഴിയാത്തത്. അടുത്തതായിട്ടുണ്ടാകുന്ന ഒരു സംഭവം എന്ന് പറയുന്നത് നമ്മുടെ കംഫർട്ട് സോൺ എന്ന് പറയുന്നത് തകർന്നു പോവുകയാണ്. അതുവരെ ആളുകളുമായിട്ട് ഇടപെടാതിരുന്ന ഒരു വ്യക്തി ചിലപ്പോൾ പെട്ടെന്ന് എല്ലാവരുമായിട്ട് ഇടപെടുന്ന ഒരു ലെവലിലേക്ക് ചിലപ്പോൾ മാറേണ്ടതായിട്ട് വരും. അല്ലെങ്കിൽ എല്ലാവരിൽ നിന്നും സന്തോഷം കണ്ടെത്തിക്കൊണ്ടിരുന്ന, അതായത് എക്സ്റ്റേണൽ വേൾഡിൽ നിന്ന് സന്തോഷം കണ്ടെത്തിക്കൊണ്ടിരുന്ന ഒരു വ്യക്തി ചിലപ്പോൾ ഉള്ളിലേക്ക് ചുരുങ്ങേണ്ടതായിട്ട് വരും. ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ പേഴ്സൺ ആൻഡ് സിറ്റുവേഷൻ ആണ്. പഴയ ലൈഫ് ഇനി ഫിറ്റ് ആകില്ല എന്നുള്ളതാണ്. കാരണം ഡിസ്കംഫർട്ട് ഈസ് ഈക്വൽ ടു ട്രാൻസ്ഫോർമേഷൻ എന്നുള്ളതാണ്. സോ പ്രപഞ്ചം നമുക്ക് ഈ ഡിസ്കംഫർട്ട് തരികയാണ്. എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മൾ ട്രാൻസ്ഫോർമേഷനെ സ്വീകരിക്കാനായിട്ട്. നമ്മൾ ട്രാൻസ്ഫോർമേഷനെ സ്വീകരിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് യഥാർത്ഥത്തിലുള്ള ചോദ്യം എന്ന് പറയുന്നത്. കാരണം മാറ്റം അല്ലെങ്കിൽ പരിവർത്തനമാണ് സ്ഥിരമായിട്ടുള്ള ഒരു സംഗതി. അതിനെ അംഗീകരിക്കാത്ത ആള്, റെസിസ്റ്റ് ചെയ്ത് നിൽക്കുന്ന ആളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് വിജയമുണ്ടാകാനുള്ള സാധ്യത വളരെ കുറവാണ്. ഈ സമയത്ത് ഭയങ്ങളും സംശയങ്ങളും അതിൻ്റെ പീക്കിലെത്തും. നമ്മളിങ്ങനെയുള്ള സാഹചര്യത്തിൽ അത്ര ഈസി ആയിട്ടുള്ളൊരു സാഹചര്യം അല്ല ഇത്. നമുക്ക് ഭയങ്കരമായിട്ടുള്ള തടസ്സം വന്നു, നമ്മൾ നമ്മളെ തന്നെ ചോദ്യം ചെയ്യുന്ന അവസ്ഥ വന്നു, നമ്മുടെ സ്കിൽ ആൻഡ് കപ്പാസിറ്റി വർദ്ധിപ്പിക്കേണ്ട അവസ്ഥ വന്നു. ഇതൊക്കെ ഈസിയാണോ? ഗ്രൗണ്ട് ലെവലിൽ ചിന്തിച്ച് നോക്കുമ്പോൾ ഇതൊന്നും ഈസിയല്ല, നല്ല ടഫായിട്ടുള്ള കാര്യമാണ്. അതിൻ്റെ കൂടെ നമുക്ക് പേടിയും സംശയങ്ങളും വീണ്ടും വർദ്ധിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യും? വളരെയധികം നമ്മളൊരു വിഷമസന്ധിയിലാണ് എന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇത് ശരിയാണോ എന്നുള്ള കൺഫ്യൂഷൻ. ഞാൻ പറയുന്നു, ഡൗട്ട് കംസ് ബിഫോർ ബ്രേക്ക് ത്രൂ. അതായത് ഒരു ബ്രേക്ക് ത്രൂവിന് മുന്നെയാണ് നമുക്ക് ഇത്തരത്തിലുള്ള സംശയങ്ങൾ അധികരിച്ചു വരുന്നത്. മാറ്റം വരുന്നതിൻ്റെ മുന്നോടിയായിട്ടുള്ള അടുത്തതായിട്ടുള്ള ലക്ഷണമാണ് ഫിയർ ആൻഡ് ഡൗട്ട്. നെക്സ്റ്റ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മുടെ മോട്ടിവേഷൻ ഡ്രോപ്പ് ചെയ്യും. ഇറ്റ് ഈസ് ടെമ്പററി. ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, എക്സ്ട്രിൻസിക് മോട്ടിവേഷൻ അല്ലെങ്കിൽ പുറത്തുനിന്ന് കിട്ടുന്നതായിട്ടുള്ള ആ ഒരു പ്രചോദനം എന്ന് പറയുന്നത് എപ്പോൾ വേണമെങ്കിലും ഡ്രോപ്പായി പോകും. ഒരു ബാറ്ററി പോലെയാണത്. പക്ഷേ നമ്മളുടെ ഉള്ളിൽ നിന്നുള്ളതായിട്ടുള്ള പ്രചോദനം നമ്മളുടെ കൂടെ എപ്പോഴും നിലനിൽക്കും എന്നുള്ളതാണ്. അപ്പോൾ മോട്ടിവേഷൻ അപ്പുറത്തേക്ക് നമുക്ക് വേണ്ടത് സെൽഫ് ഡിസിപ്ലിൻ ആണ്. അല്ലെങ്കിൽ നമുക്ക് റൊട്ടീൻ ബേസിൽ അല്ലെങ്കിൽ പാറ്റേൺ ബേസിൽ കാര്യങ്ങൾ ചെയ്യാനായിട്ട് സാധിക്കണം. കാരണം സിസ്റ്റം എന്ന് പറയുന്നത് മൂഡിനേക്കാൾ പവർഫുള്ളും വളരെയധികം വലുതുമാണ്. നമ്മുടെ മൂഡ് അനുസരിച്ചിട്ടല്ല പ്രപഞ്ചം നമ്മളുടെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. പ്രപഞ്ചത്തിനനുസരിച്ച് നമുക്ക് അഡാപ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം.
കാരണം നമ്മളുടെ മൂഡായിക്കോട്ടെ, അല്ലെങ്കിൽ നമ്മളുടെ ഫിയർ ആയിക്കോട്ടെ, നമ്മളുടെ ഇൻസെക്യൂരിറ്റി ആയിക്കോട്ടെ, നമ്മുടെ സെൽഫ് ഡൗട്ട് ആയിക്കോട്ടെ, നമുക്ക് കോൺഫിഡൻസ് ഇല്ലാത്ത ലെവലായിക്കോട്ടെ, ഇതെല്ലാം നമ്മൾ തന്നെ ഉണ്ടാക്കിയെടുക്കുന്നതായിട്ടുള്ള സംഗതിയാണ്. നമ്മൾ വിളിക്കപ്പെട്ടിരിക്കുന്നത് ഇതിനു വേണ്ടിയല്ല, ഇങ്ങനെ ഡിപ്രസ്ഡ് ആയിട്ട് കിടക്കാൻ വേണ്ടിയല്ല നമ്മൾ വിളിക്കപ്പെട്ടിരിക്കുന്നത്. നമ്മൾ വിളിക്കപ്പെട്ടിരിക്കുന്നത് നമ്മുടെ സ്വപ്നത്തിലേക്ക് അടുക്കുവാൻ വേണ്ടിയിട്ടാണ്, നമ്മുടെ കർമ്മത്തിന്റെ പാതയിലൂടെ. സ്വപ്നത്തിന്റെ റേഞ്ച് കൂട്ടണമെന്നാണ് ഞാൻ പറയുന്നത്. ചെറിയ ചിന്തകൾ കൊണ്ട് വലിയ റിസൾട്ടുകൾ വരില്ല. ചെറിയതായിട്ട് ചിന്തിക്കുന്ന ഒരു വ്യക്തിക്ക് ഒരിക്കലും വലിയ കാര്യങ്ങൾ ചെയ്യാനായിട്ട് സാധിക്കില്ല. വലുതായിട്ട് ചിന്തിക്കുന്നവന് പോലും ആ ലെവലിലേക്ക് എത്താനായിട്ട് എത്രമാത്രം കഷ്ടപ്പെടേണ്ട വരുന്നുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാവുന്ന കാര്യമാണ്. അതുകൊണ്ട് ഞാൻ പറയുകയാണ്, നിങ്ങളുടെ പേടിയേക്കാൾ വലുതാകട്ടെ നിങ്ങളുടെ സ്വപ്നം. അപ്പം നിങ്ങളുടെ പേടിയേക്കാൾ നിങ്ങളുടെ സ്വപ്നം വലുതായിട്ട് മാറുകയാണ്. നിങ്ങൾക്ക് ഹ്യൂജ് എക്സ്പെൻസ് വരുന്നുണ്ട്, ഹ്യൂജ് ലയബിലിറ്റി വരുന്നുണ്ടെങ്കിൽ അതിന് മുകളിൽ എങ്ങനെയാണ് നമുക്ക് ഏൺ ചെയ്യാനായിട്ട് സാധിക്കുക എന്നുള്ളത് ചെയ്യുക എന്നുള്ളതാണ്. അത് പെട്ടെന്ന് അങ്ങ് ചെയ്യുക എന്നുള്ളതല്ല, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ചെയ്യുമ്പം പ്രപഞ്ചം നമ്മുടെ കൂടെ നിൽക്കും. നമ്മൾ കാമായിട്ട് ചെയ്യേണ്ടതേ ഉള്ളൂ. സമയത്തിന് പ്രപഞ്ചം നമുക്ക് വേണ്ടത് എത്തിച്ചു തരുമെന്നുള്ളതാണ്. ഈ സാമ്പത്തികത്തിൻ്റെ കാര്യത്തിലൊക്കെ പല ആൾക്കാർക്കും ഈ അനുഭവം ഉണ്ടായിരിക്കും. എത്ര ബുദ്ധിമുട്ടുണ്ടായാലും, സീറോയിൽ എത്തിയിട്ടുണ്ടെങ്കിലും, ആവശ്യം വരുന്ന സമയത്ത് എവിടെ നിന്നെങ്കിലും പണം എത്തുന്നു. അത് തീർച്ചയായിട്ടും നമ്മുടെ മുന്നിലുള്ള മനുഷ്യരിലൂടെ പ്രപഞ്ചം പ്രവർത്തിക്കുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കുകയാണ്. അതുകൊണ്ട് ഞാൻ പറയുന്നു, പ്രതിസന്ധികൾ വന്നിട്ടുണ്ടെങ്കിൽ നിർത്തരുത്, സ്വപ്നത്തിന്റെ പവർ കൂട്ടുക. കാരണം വലിയ വിജയങ്ങൾ ഉണ്ടാകുന്നത് ചെറിയ മനുഷ്യർക്കല്ല. തീർച്ചയായിട്ടും നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. നമസ്തേ.